ദ്രാവിഡ രാഷ്ട്രീയം ഫ്യൂഡൽ രാഷ്ട്രീയമാണ്. അതിന്റെ ഒരറ്റത്ത് ജയലളിതയും മറ്റേ അറ്റത്ത് കരുണാനിധിയും. ഒരുപാട് വടംവലികൾ, പരാജയങ്ങളുടെ കയ്പിനൊപ്പം അധികാരത്തിന്റെ അഹംഭാവങ്ങളും. ഇപ്പോൾ വീണ്ടും ജയലളിത കരുണാനിധിയെ നിലംപരിശാക്കിയിരിക്കുന്നു. 2011 തെരഞ്ഞെടുപ്പ് AIADMK തിരിച്ചുകൊണ്ടുവന്നു. ഇതിനിടെ ജയലളിതയെ 11 അഴിമതി കുറ്റങ്ങളിൽ 9ലും സുപ്രീം കോടതി കുറ്റവിമുക്തയാക്കിയിരുന്നു. DMK മന്ത്രിമാർ ഡൽഹിയിൽ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സമയം. എ രാജയും കനിമൊഴിയും DMKയും അഴിമതിയിൽ മുങ്ങിപ്പോയി. തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചടി നേരിട്ട DMKക്ക് കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ വരെ ഉലച്ചിലുണ്ടായി. ഇവിടെയാണ് ജയലളിത തിരിച്ചുവരവ് ആഘോഷിക്കുന്നത്. 234 സീറ്റുകളിൽ 151 നേടി ജയലളിതയും AIADMKയും തമിഴ് ഭരണം ഏറ്റെടുത്തു. ജയലളിത 3ാം തവണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഒരു കാലത്ത് AIADMKയുടെ അയിത്തം കാണിച്ച കോൺഗ്രസ് ജയലളിതയ്ക്ക് മുമ്പിൽ വാതിൽ തുറക്കാനൊരുങ്ങുകയാണ്. തമിഴ്നാട് ഹൗസിലേക്ക് പ്രത്യേകം കാർ അയച്ച് വസതിയുടെ കവാടത്തിൽ സ്വീകരിക്കാനെത്തിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും കോൺഗ്രസിനും വ്യക്തമായി അറിയാം, ഇനി കരുക്കൾ നീക്കുക ജയലളിതയാണെന്ന്. അധികാരം നിലനിർത്താൻ DMKയേക്കാൾ ഉപകാരം AIADMKയുടെ സൗഹൃദമാണെന്ന്. അടുത്ത കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ അധികാരം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് ജയലളിതയും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോടും BJPയോടും അവർ വ്യക്തമായ താല്പര്യം അറിയിച്ചിട്ടില്ല. 3ാം മുന്നണി രൂപീകരിച്ച് അധികാരം കൈപ്പറ്റാൻ ജയലളിത ശ്രമിക്കുമെന്ന് രാഷ്ട്രീയ ലോകം പ്രവചിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഏതു തിരിച്ചടിയെയും മറികടന്നുകൊണ്ട് തിരിച്ചു വരുന്നതിനുള്ള അനിതര സാധാരണമായിട്ടുള്ള ഒരു ഘടകം ജയലളിതയുടെ ജനിതകങ്ങളിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോ. MGRന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുപോയ വിലാപയാത്രയ്ക്കിടെ ജയലളിത ആ വാഹനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. അപ്പൊ ജയലളിത MGR മൃതദേഹം വഹിക്കുന്ന വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്ന ഒരു ചിത്രമുണ്ട്. അത് ജയലളിതയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു വാസ്തവത്തിൽ. അപ്പൊ തന്നെ പുറത്താക്കുന്നവരോട് അല്ലെങ്കിൽ താൻ പുറത്താക്കപ്പെടുമ്പോൾ വല്ലാത്ത നിശ്ചയദാർഢ്യത്തോടെ ജയലളിത തിരിച്ചു വരും. രാഷ്ട്രീയവും സിനിമയും ഇഴപിരിയാത്ത തമിഴ്നാട്ടിൽ ഒരു ഗ്ലാമർ നടിക്ക് മുഖ്യമന്ത്രിയാകാം, അതിനപ്പുറവുമാകാം. വീരത്വവും ശൂരത്വവും മജ്ജയിൽ അലിഞ്ഞേർന്ന വികാരമാണ്. അതിനേക്കാളൊക്കെ അപ്പുറമാണ് ആരാധന. തമിഴരുടെ വികാരം ഫലപ്രദമായി ഉപയോഗിക്കാനായതാണ് ജയലളിതയുടെ വിജയം. ജയലളിതയേക്കാൾ വെള്ളിത്തിര കീഴടക്കിയ നടികൾക്ക് കഴിയാതെ പോയതും ഇതുതന്നെയാണ്. ഇനി മറ്റൊരാൾക്ക് അതിന് കഴിയുമോ എന്നതുമാണ്. കരുണാനിധിക്ക് ശേഷം DMK ഒരുപക്ഷെ ചരിത്രത്തിൽ മാത്രമാകുമെന്ന പ്രവചനം ജയലളിത യുഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ജയലളിതയെപ്പോലെ ഒരാൾക്കിനി ഉയർന്നു വരാനാകില്ല. കാരണം ജയലളിത അതിനനുവദിക്കില്ല എന്നത് തന്നെ. തിരിച്ചുവരവുകളുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. ഈ പരിപാടി സമർപ്പിച്ചത് അപ്പോളോ ഗോൾഡ്.